ഇന്ന് വീട്ടിലെ തൂപ്പും തുടപ്പുമൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഒത്തിരിയായി. പിന്നെ വേഗം ഒന്ന് പോയി കുളിച്ചിട്ട് വന്ന് മുഖത്തിച്ചിരി മോയ്സ്ചറൈസ് ക്രീമൊക്കെ ഇട്ടിട്ട് പിന്നെ അടുക്കളയിൽ കയറിയായിരുന്നു. അപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പം കുറച്ച് ബീട്രൂട്ട് മേടിച്ചിട്ടുണ്ട്. അത് നല്ല ഫ്രഷ് ആയിരുന്നു ഇല. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഇല തോരൻ വെക്കുന്നത്. പിന്നെ അത് തോരൻ വെച്ച് നോക്കാമെന്ന് കരുതി കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ചോറ് അരി അടുപ്പിട്ടിട്ടാണ് പോയത്. അപ്പം കുളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചോറ് റെഡിയായി. അതും വാർത്തിട്ടിട്ട് ഇലയെടുത്ത് ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ തോരത്തിന് മുറിക്കുന്നത് പോലെ മുറിച്ചെടുത്തായിരുന്നു. അതിൻ്റെ ബീട്രൂട്ട് ചെറിയ ബീട്രൂട്ടായിരുന്നു. പക്ഷേ അതിൻ്റെയും തൊലി കളഞ്ഞെടുത്ത് നമുക്ക് വിഴുക്ക് പുരട്ടാമല്ലോ എന്ന് വെച്ചു. അപ്പം ഒരു തോരനും ഒരു വിഴുക്ക് പുരട്ടി ആവുമല്ലോ എന്ന് കരുതി. പക്ഷേ രണ്ടിനും കൂടെ ഒരുമിച്ച് തന്നെ ഗ്യാസിൽ നമ്മുടെ ഇത് വെച്ചിട്ട് കടായി വെച്ചിട്ട് വേഗം എണ്ണ ഒഴിച്ച് അതിനകത്ത് രണ്ടിനും കുറച്ച് കടുകിട്ട് നമ്മുടെ തോരത്തിന് വേണ്ടി മാത്രം ശകലം നമ്മുടെ വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയിൽ പച്ചമുളകും പിന്നെ എന്താ പറയുന്നത് മഞ്ഞൾപ്പൊടിയും നമ്മുടെ വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടെ ചതച്ചെടുത്തായിരുന്നു. അത് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഇലയും കൂടെ അതിനകത്തോട്ടിട്ട് നമ്മളതൊന്ന് അടച്ചു വെച്ചു. അതൊന്ന് ഇതാകാൻ വേണ്ടി വെന്ത് വരാൻ വേണ്ടി കുറച്ച് ഇതൊന്ന് അടച്ചു വെച്ച സമയത്ത് നമ്മുടെ മെഴുക്ക് പുരട്ടിക്കുള്ളതും എണ്ണ ചൂടായായിരുന്നു. പിന്നെ ആ ബീട്രൂട്ടും കൂടെ അതിനകത്തിട്ട് രണ്ടും നമ്മൾ അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് കറിയും ആയി. ഞാൻ ഈ തോരത്തിന് തുറന്നു നോക്കിയപ്പോൾ നല്ല മണമായിരുന്നു. നമ്മൾ ചീര ഇലയൊക്കെ തോരൻ വെക്കുന്ന അതേ മണം തന്നെ ഇതിനും ഉണ്ടായിരുന്നു. നല്ല ഇതായിരുന്നു. പിന്നെ അത് ഇല നല്ല ഫ്രഷായിട്ട് ഇരുന്നത് കൊണ്ട് ഇലയിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് തോരൻ ശരിയായി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഒഴിച്ച് കറിയും കൂടെ വെക്കാമെന്ന് കരുതി ഒരു ചീഞ്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് നമ്മുടെ ഉലുവയിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടൊന്ന് ചതച്ചത് അതിനകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു വന്നപ്പോഴത്തേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ ആ തൈരിനെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തായിരുന്നു. അതും കൂടെ ഇട്ട് ഇളക്കി ചെറിയ ചൂടാക്കി എടുത്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു വിശപ്പ് തുടങ്ങി ചോറ് കഴിക്കാമെന്ന്. നല്ലതായിരുന്നു കേട്ടോ. നമ്മുടെ പണ്ടൊക്കെ ചീരയില തോരൻ വെച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.